ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് കെ ശശിയുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് അഭിലാഷ് ഞാനത് പൂർത്തീകരിക്കും. ഞാൻ ഒരു കാര്യം സുരേഷ് കുമാറിനോട് ചോദിക്കട്ടെ, ഈ മുഖ്യമന്ത്രിയെ ചെറ്റയെന്ന് വിളിച്ചത് എനിക്ക് തോന്നുന്നില്ല കെ സുധാകരൻ മുഖ്യമന്ത്രിയെ ചെറ്റയെന്ന് വിളിച്ചാലും മുഖ്യമന്ത്രി ജി സുധാകരനെ വിളിച്ചാലും ഇതെല്ലാം മോശപ്പെട്ട പദപ്രയോഗമാണെന്ന് ഉത്തരവാദിത്തത്തോടെ പറയുന്നു. ഞാൻ പറയട്ടെ സുരേഷ് കുമാർ, ഇവിടെ ക്ലിയർ ചെയ്ത് പോകണം. ഞാൻ പൂർത്തിയാക്കട്ടെ. എന്തും അല്ലല്ല അഭിലാഷ്, ഇതിന് മറുപടി പറയാം. ഞാൻ പറഞ്ഞിട്ടുള്ളതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അതിൽ ക്ലാരിറ്റി ഉണ്ടല്ലോ. കെ സുധാകരന്റെ ആ പരാമർശത്തെ അദ്ദേഹം അനുകൂലിക്കുന്നില്ല, അതിനെ ചാരുതയുള്ള പദപ്രയോഗമായി അദ്ദേഹം വിശദീകരിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. ഓക്കെ, ഇനി ജിൻഡോയുടെ അവസരം. ജിൻഡോ പറയും. ഞാൻ പൂർത്തിയാക്കട്ടെ. ഇദ്ദേഹം ഈ ചർച്ച കാണുന്ന ഇദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ, എന്റെ പാർട്ടിക്കാർ, നമ്മുടെ നാട്ടിലെ പൊതുസമൂഹം, പാർട്ടി ഒന്നും ഇല്ലാത്ത ആളുകൾ, മാധ്യമപ്രവർത്തകർ എല്ലാവരും ഓഡിറ്റ് ചെയ്യട്ടെ. ഞാൻ പറയുന്നു, കെ സുധാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെറ്റയെന്ന് വിളിച്ചത് ചാരുതയുള്ള പ്രയോഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ തന്നെ ജി സുധാകരനെ വിളിച്ചതും ചാരുതയുള്ള ചെറ്റപ്രയോഗമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് രണ്ടും ശരിയല്ല. രാഷ്ട്രീയ മര്യാദയ്ക്ക്, പൊതുമര്യാദയ്ക്ക് ചേർന്ന പ്രയോഗങ്ങളല്ല എന്നുള്ള ഉത്തരവാദിത്ത ബോധത്തോടെ പറയുന്നു. ഇങ്ങനെ സുരേഷ് കുമാറിന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ തോളെടുത്ത് ഡാൻസ് കളിച്ചു യൂത്ത് കോൺഗ്രസ്സുകാർ കളിക്കും. എപ്പോഴാ? അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വരുന്നതിന് മുമ്പ്, ഇങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ്, പുറത്തു വന്നപ്പോൾ നടപടിയെടുത്ത് പുറത്താക്കി. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ കൂട്ടിപ്പിടിച്ച് സംരക്ഷിച്ചു കുഞ്ഞു മുഹമ്മദിനെ, മുകേഷിനെ, ഗണേഷിനെ. പാലക്കാട് വന്നപ്പോഴാണ് റോസാപ്പൂ കൊടുത്ത് കളിച്ചത്. നിങ്ങൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കരുത്. സുരേഷ് കുമാറെ വിഷമിക്കില്ലേ? താങ്കൾ എന്തിനാണ് വിഷമിക്കുന്നത്? നാട്ടിലെ ഇറങ്ങി ആദ്യം അഭിലാഷ് എന്താണ് ജാമ്യത്തിലിറങ്ങി പാലക്കാട് സുരേഷ് കുമാർ, താങ്കൾ ബുദ്ധിമുട്ടല്ലേ? ഞാൻ പറയട്ടെ, താങ്കളുടെ ചോദ്യത്തിന് എനിക്ക് ഉത്തരവുണ്ടല്ലോ. ഞാൻ പൂർത്തിയാക്കട്ടെ. ഇദ്ദേഹത്തിന് എന്താണ് ഇത്ര വിഷമം? ഞാൻ ചോദിക്കട്ടെ, എനിക്കതിന് അവസരം തരണം. കേട്ടുകൊണ്ടിരിക്കണ്ട. ഞാൻ എനിക്ക് മടിയൊന്നുമില്ല, അതുകൊണ്ട് ഇടപെടരുത്. എനിക്ക് ഒരു പോയിന്റ് പറഞ്ഞ് പൂർത്തിയാക്കാൻ അവസരം തന്നെ സുരേഷ് കുമാറിനോട് അഭ്യർത്ഥനയാണ്. അല്ലെങ്കിൽ ഇനി നമുക്ക് സംസാരിക്കാൻ പ്രയാസം ഉണ്ടാവില്ലേ? പൂർത്തിയാക്കട്ടെ അഭിലാഷ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു. ചോദിച്ച ചോദ്യം, പ്രതിഭയ്ക്കുണ്ടായ സങ്കടത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. അവർക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ചെയ്ത തെറ്റ് ഇർഷാദ് തിരുത്തി, ഇർഷാദിനെ ഞങ്ങളും തിരുത്തി, ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. ഞാൻ ഈ പ്രതിഭയോട് നിങ്ങളൊന്ന് ചോദിക്കണം, ഇപ്പൊ ലൈവായിട്ട് വിളിച്ചു ചോദിക്കണം. അവർ മാധ്യമ പ്രവർത്തകരോട് മാംസം വിറ്റ് ജീവിക്കാൻ പറഞ്ഞത് തിരുത്താൻ തയ്യാറുണ്ടോ എന്ന് സുരേഷ് കുമാർ ഒന്ന് എൻഡോഴ്സ് ചെയ്ത് പറയാൻ പറ്റുമോ? അത് നല്ല പ്രയോഗമായിരുന്നു, അത് ചാരിതയുള്ള പ്രയോഗമായിരുന്നു. ഈ നിമിഷം അത് തിരുത്തിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുക. ഇനി പി കെ ശശിയുടെ വിഷയം സുരേഷ് കുമാറോട് വീണ്ടും ചോദിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലല്ലോ. പി കെ ശശി പീഡകനാണോ അല്ലയോ? താങ്കൾ പറയൂ. പി കെ ശശി പീഡകനാണോ? നിങ്ങളുടെ വനിതാ സഖാക്കളെ പീഡിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പാർട്ടി ഓഫീസ് അനാശാസ്യ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ടോ? തീവ്രത കുറഞ്ഞ പീഡനമാണെന്ന് നിങ്ങൾ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയൂ, പരാതി കൊടുക്കൂ. പരാതി കൊടുത്ത് നടപടി സ്വീകരിക്കൂ. ഞങ്ങൾ UDF പിന്തുണ പിൻവലിച്ച് പുറത്താക്കും. അല്ലാതെ വെറുതെ വർത്താനം പറഞ്ഞാൽ പോരാ. ശരി, നമുക്ക് ആ ഡിബേറ്റ് അവിടെ അവസാനിപ്പിക്കാം. അങ്ങയുടെ അടുത്ത റൗണ്ടിലെ വിഷയങ്ങൾക്കൊക്കെ മറുപടി പറയാൻ അവസരം തരാം. ടെലിഫോണിൽ കിട്ടിയാൽ കണക്ട് ചെയ്താൽ ആ വിഷയം ചോദിക്കുകയും പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടി പറയാൻ എനിക്ക് അവസരം തരണം. അല്ലല്ല, അത് അവിടെ ഇങ്ങനെ ഇരുട്ട് നിർത്തിയിട്ട് പോകാൻ കഴിയില്ല. പിന്നീട് അത് അത്തരത്തിലൊരു കേസേ ഇല്ല എന്ന് അവിടെ തന്നെ തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്. അന്ന് ആ മനോവിഷമത്തിലാണ് പ്രതിഭ അവിടെ ഒരു മറുപടി പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മറ്റൊരു സ്ഥാനാർത്ഥി
PK ഫിറോസിന്റെ സഹോദരനെ മയക്കുമരുന്നുമായി പിടിച്ചു. അന്ന് മനോവിഷമത്തിൽ പറഞ്ഞത് തിരുത്താൻ തയ്യാറുണ്ടോ സുരേഷ് കുമാർ? മനോവിഷമത്തിൽ മാധ്യമപ്രവർത്തകർ മാംസവിൽപ്പന നടത്താനാണോ പറയുന്നത്? മനോവിഷമത്തിൽ പ്രതിഭയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേയറ്റം മോശമായ പദപ്രയോഗമാണ്. അതിനെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവിടെ ഉയർന്ന ചോദ്യം. അതേ കാര്യമാണോ PK ഫിറോസിന്റെ സഹോദരന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്? കേരളത്തിന്റെ ഇവിടെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ആരെയൊക്കെ പിടികൂടിയിട്ടുണ്ട് പിടികൂടിയിട്ടില്ല എന്നുള്ളതല്ല അവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം. ശ്രീ സുരേഷ് കുമാർ, മയക്കുമരുന്നിന് അടിമയാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല ഇത്. അവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം ആ വിഷയത്തിൽ അവർ ഉന്നയിച്ച അല്ലെങ്കിൽ അവർ പറഞ്ഞ ആ വാചകം തിരുത്താനോ പിൻവലിക്കാനോ ഇപ്പോൾ തയ്യാറുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇനിയിപ്പോ ആരൊക്കെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടില്ല പിടികൂടിയിട്ടുണ്ട് പിടികൂടപ്പെട്ടിട്ടില്ല അതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. ആ ചർച്ചയിലേക്ക് പോകുകയും വേണ്ട. അല്ല, അത്തരമൊരു കേസിൽ പൂർണ്ണമായും നിരപരാധിയാണ് എന്ന് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടുണ്ട്. അതുപോലെയാണോ PK ഫിറോസിന്റെ കേസ്? അല്ലെങ്കിൽ മറ്റൊരു MLA, ഞാൻ പേര് പറയാത്തതാണ്, അതൊരു വനിതാ MLA ആണ്, അനാവശ്യമായ വാഗ്വാദമാണ്. അനാവശ്യമായ വാഗ്വാദമാണ്. അനാവശ്യമായ വാഗ്വാദമാണ്. വളരെ അനാവശ്യമായ വാഗ്വാദമാണ്. ഈ വിഷയത്തിന്റെ ക്രക്സ് അതല്ല. ഏതൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ബന്ധുക്കൾ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച ഒരു വാചകം തിരുത്താൻ തയ്യാറുണ്ടോ എന്നിവിടെ ചോദ്യം വന്നു. തിരുത്താൻ തയ്യാറുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. അവിടെ അത് എൻഡോഴ്സ് ചെയ്തുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദിച്ചു, അത്രേ ഇവിടെ വിഷയമുള്ളൂ. അല്ലാതെ ആരെയൊക്കെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് എപ്പോഴൊക്കെ പിടികൂടിയിട്ടുണ്ട് അങ്ങനെയുള്ള ചർച്ചയിലേക്കൊന്നും നമുക്ക് പോകണ്ട. അതിന് പോകാനുള്ള സമയവുമില്ല. അതല്ല ഇവിടുത്തെ വിഷയവും. എനിക്ക്